വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പൈഡർ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് GTA സാൻ ആൻഡ്രിയാസ് ആണ്. സാൻ ആൻഡ്രിയാസിൻ്റെ ഫസ്റ്റ് മിഷനാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ബിഗിനിങ് ആണ്. ഫ്രാൻസിസ് ഒരു എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചിലപ്പോൾ അത് ഈ വൈറ്റ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന അവനില്ല, അവനായിരിക്കും നമ്മുടെ ക്യാരക്ടർ. ഇവിടെ അമ്മയൊക്കെ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ വേറെ എങ്ങോട്ടും ഫോറിനിലൊക്കെ പോയി അവിടെ ജോബൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഈ സംഭവം അറിഞ്ഞ് വന്നേക്കാരം. പക്ഷെ എൻ്റെ മോനെ, ഇത് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടാക്സി ഇല്ലേ, ആ പോലീസുകാരിത് നിർത്തിച്ചേക്കാണ്, നമ്മളോടിത് ഇറങ്ങാൻ പറഞ്ഞേക്കാണ്. എൻ്റെ മോനെ, അവിടെ പോയിട്ട് ഫോറിനിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണോ കാണിച്ചു വെച്ചേക്കുന്നത്. നോക്കിയത് നമ്മൾ അറസ്റ്റ് ചെയ്യാണെന്ന് തോന്നുന്നത്. ഇത് ഹാൻഡ് കഫൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. ഇവന്താരായി നല്ല കറുത്തിട്ടൊരു പോലീസുകാരൻ. എൻ്റെ ക്യാഷ് എടുക്കണം. വെറുതെ ക്യാഷിന് വേണ്ടിയിട്ട് പിടിച്ചാണോ? നമ്മളോട് വെൽക്കം ഹോം എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് നമ്മുടെ പേര് കോൾ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. പോലീസുകാരിൽ കയറി പോകാനാണ് പറയുന്നത്. നമ്മുടെ നേരെ കാറിൽ കയറിയിട്ടുണ്ട്. ടാക്സിക്കാരനോട് പോവാനൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാഗ് ടാക്സിയിലാണ്. എൻ്റെ മോനെ, ബാഗിൽ പല സാധനങ്ങളും ഉണ്ടാവല്ലോ. ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ ലിബർട്ടി സിറ്റിയിലാണ് താമസിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പോലീസുകാരനെ കത്തിച്ച് വിടുകയാണ്. വേറെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് അവിടേക്ക്. ഇതൊക്കെ പോലീസുകാരെ പരിചയപ്പെടുത്തി തരാണ്. ഒരു വെളുത്തിട്ടുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അവനെ പൊളാസ്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരു ഐഡിയ അല്ലല്ലോ ഗൈസ്. ഇത് ഓരോ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? ഇത് ചെറിയൊരു ഇടവയല്ലേ? ഇതെന്താ ആരും നമ്മൾ വണ്ടിന്ന് പുറത്തിറങ്ങിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചെന്തിനാ? ജയിലൊന്നും കൊണ്ടുപോകട്ടെ. നമ്മുടെ ക്യാരക്ടർ ഇത് ഡേഞ്ചർ ഏരിയയാണ് ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് അവിടെ സൈക്കിൾ കിടപ്പുണ്ടല്ലോ, നമുക്ക് അതുകൊണ്ട് എടുത്താലോ? യെസ്, നമ്മൾ സൈക്കിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കൺട്രോൾസ് ചൂസ് ചെയ്യണം. ഏതായാലും ബട്ടൺസ് ആക്കാം. ഇത് നമ്മൾ ബട്ടൺസൊക്കെ വെച്ചിട്ടാണ് വന്നത്. ചേഞ്ചർ റിഫണ്ട് കൺട്രോൾ സെക്ഷൻ. എന്തൊക്കെ പറയുന്നുണ്ട്. മിനി മാപ്പല്ലേ കിടക്കണം. അതിൽ സീജ് എന്നൊരു ഭാഗം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മളോട് അതിനാണ് പറയുന്നത്. സീജ് എന്നുള്ള ഐക്കണെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു സ്റ്റെയർ ഉണ്ടല്ലോ, ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവാം. പിന്നെ എല്ലാം നമ്മൾ സ്റ്റെയറല്ല, പാതാളത്തിൽ ഇറങ്ങിപ്പോകും. BMX ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഒരു സൈക്കിൾ BMX. നമുക്ക് പാലത്തിലൂടെ എടുത്ത് അടിയിലേക്ക് പോകാൻ പറ്റും? ഇല്ല. ഓക്കെ, ഇത് നമ്മൾ സൈക്കിൾ ചവിട്ടി വിടുകയാണ്. എൻ്റെ അമ്മ എൻ്റെ അമ്മ, നമ്മളിത് ആ ഒരു CG ഐക്കണിലേക്കാണല്ലോ പോകാൻ പറഞ്ഞത്. ലെഫ്റ്റ് കിടക്കുന്നുണ്ട്. ഞാൻ നേരെ CG ഐക്കണിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യാം.
ഓക്കെ, ബിഗ് സ്മോക്ക്. ഓക്കെ, നമ്മളിത് നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. സീജയ്ക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീടാണല്ലേ. ഓക്കെ, തറയിൽ കിടപ്പുള്ള ഒരു എന്താ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്രെയിമും കൈ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ടത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അവിടെ ഒരു ചെയർ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഇരുന്നിട്ടുണ്ട്. ആ ഫ്രെയിം നോക്കി കരയാണ് ഗൈസ്. എന്താണിപ്പോൾ കാര്യം? നേരത്തെ ഒരു അമ്മ മരിച്ചു എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും സംഭവം. നമ്മളിത് ചെയ്തൊരു ഗുണത്തടിയൻ ഇങ്ങോട്ട് വന്നു. ഓ, ബിഗ് സ്മോക്ക്. ഓ, ഇവനാണ് അപ്പോൾ ബിഗ് സ്മോക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഗോൾഡൻ കളറിൽ വായിച്ചില്ല, അത് ഇവനാണെന്നാണ് തോന്നുന്നത്. എന്തോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ അമ്മ ആരെ കൊന്നാണെന്നാ പറയുന്നത്. എൻ്റെ അമ്മ കൊല്ലാൻ മാത്രം എന്താ കാര്യം? എന്തോ ബുക്കിനെ പറ്റിയൊക്കെ പറയണേ. അതെന്താ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിലത് നമ്മുടെ വീടല്ലേ. നമ്മുടെ വീട്ടിലെന്തിനാ ഇവൻ വന്ന് പണിയെടുക്കുന്നത്? നമ്മൾ വലിച്ചയച്ചോണ്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആ ബാറ്റൊക്കെ ഫ്രെയിമിൻ്റെ മേളിലേക്കാണ് ഇട്ടേക്കുന്നത്. അവിടെ ഒരു നല്ലൊരു വിൻറ്റേജ് മോഡൽ കാറൊക്കെ അവിടെ കിടപ്പുണ്ട്. അതെടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, സ്വീറ്റ് ആൻഡ് കെൻഡൽ. ഇതെന്ത് ഏരിയയാണ് ഇപ്പോൾ? കണ്ടിട്ട് സെമിറ്റേരിയാണെന്ന് തോന്നുന്നു. തലേ തൊപ്പിക്കാരൻ ഭയങ്കര മാസമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇത് നമ്മുടെ സീജയുടെ അനിയത്തി കണ്ടാണെന്ന് തോന്നുന്നു. ഇതെന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളിത് വന്നപ്പോഴേ കച്ചറയത് അവൾ വേറെ അങ്ങോട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണത്. ഓക്കെ, നമുക്കെന്തായാലും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. നമുക്ക് കണ്ട ആവശ്യമില്ല. നമ്മൾ നാലാളിങ്ങനെ മാസം നടന്നു വരികയാണ്. ഇത് നമ്മൾ വന്ന കാറ്. ഓക്കെ, ഇതിൽ കയറിയിരിക്കും ചിലപ്പോൾ. ഇത് റെഡ് 7 കാറ് വരുന്നുണ്ടല്ലോ. എൻ്റെ മോനെ, കാറ് കൂട്ടി തെറിപ്പിച്ചു ഇങ്ങനെ. അവിടെ 4 സൈക്കിളുണ്ട്, ചിലപ്പോൾ അതെടുത്ത് പോകാനായിരിക്കും. യെസ്, നമ്മളൊരു സൈക്കിൾ എടുത്തിട്ടുണ്ട്. മാപ്പിലൊരു ബ്ലൂ കളർ കാണുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും പോകാനുള്ളത്. എന്തോ ബ്ലൂ, അവൻ്റെ തലയ്ക്ക് മേളിലുണ്ട് ഒരു ബ്ലൂ, ചിലപ്പോൾ അവനെ ഫോളോ ചെയ്യാനായിരിക്കും. ഇത് മറ്റേ റെഡ് കളർ കാർ വരുന്നുണ്ട്, നമ്മളെ ചിലപ്പോൾ വെടി വെച്ച് കൊല്ലുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ അവന്മാർ നമ്മുടെ ആ ഒരു കാറൊന്നും ചെയ്യില്ലല്ലോ. എൻ്റെ മോൻ ഇവിടെ വന്നതും സീനാണ്. ഓക്കെ, നമ്മളിത് ഇവരെങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇതിലൂടെ സൈക്കിൾ അടിച്ച് മറിഞ്ഞില്ല, ഭാഗ്യം. ഓക്കെ, കാർ വന്ന് വെടിവെക്കുന്നു. എൻ്റെ മോനത് അവന്മാർ വെടിവെക്കാണ്. ഒരു കാർ വരുന്നുണ്ട്, അതിൻ്റെ അടുത്തോടെ കവർ എടുത്ത് പോവാം. ഓക്കെ, ആ റെഡ് കാറിൽ വന്നവരത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, നമുക്കത് ഇതിലൂടെ കട്ട് ചെയ്ത് പോവാം. എൻ്റെ അമ്മ, ഒരുമാതിരി സീനായിപ്പോയി. ഓക്കെ, ഇത് ആര് ആളെ പിറകെ തന്നെ ആ ഒരു ചുവപ്പ് കാർ പോകുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇവനെ ആയിരിക്കും ഫോളോ ചെയ്യണം. യെസ്, അവനെ തന്നെ ഫോളോ ചെയ്യണം. നമ്മളിത് അവനെ അങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. റെഡ് കാർ നമ്മുടെ ബാക്കിലുണ്ടോ അറിയില്ല. ഏതായാലും മറ്റേൻ്റെ പിറകെ പോയതല്ലേ, അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അവന്മാരുടെ ആ ഇടവയിലൂടെയൊക്കെ കയറി പോകുന്നത്. ഞാൻ നല്ല റൂട്ടിലൂടെയാണെന്നാണ് കരുതിയത്. എൻ്റെ മൈ പോകത്തടിയെന്നൊക്കെയില്ല. നേരത്തെ നമ്മൾ ബാറ്റ് എടുത്ത് തല്ല നോക്കി. ഇവൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത്. പെട്ടെന്നായിട്ട് കയറി വന്നപ്പോൾ ആരായാലും ഒന്ന് പാനിക്കായി പോവും. ഓക്കെ, ഇത് ഈ ഒരു സൈക്കിളിൻ്റെ സൈക്കിൾ അവന്മാർ ഇത് ഈ ഒരു സ്ഥലത്തേക്ക് ഇത് കയറ്റി പോവാണ്. ഇത് ഇവിടെ റൗണ്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇമ്മാര് ഡേഞ്ചറിൽ കിടക്കുമ്പോഴാണ് ഇവരുടെ റൗണ്ട് അടിച്ച് കളിക്കുന്നത്. ഓ, ഇതിലൂടെ തന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ള
ആ വഴി കാണിക്കടാ. എൻ്റെ മോനെ വഴി കാണിക്കാൻ പറയുന്ന നേരം കൊണ്ട് ആ കാറ് ഇവിടെ എത്തി. ചവിട്ട് വിടുവപ്പ. അവന്മാർ പോസ്റ്റിലൊക്കെ ഇടിച്ചോട്ടൊക്കെ വരുന്നുണ്ട്. ചവിട്ടി വിടറേ. നമ്മളിത് കത്തിച്ചു വിടണം. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. യെസ്, അവന്മാർ നൈസായിരുന്നു നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എനിക്ക് ഒരുപാട് വെഡിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൈഫ് പോയി. ഇനി ഇവൻ്റെ ആവശ്യമില്ല. ആ റെഡ് മാർക്കറല്ലേ. ഓക്കെ, ഇത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളോട് എന്തൊക്കെ സംസാരിക്കണം. കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് വരികയല്ലേ. ഫ്രണ്ട്സാണ് ഇവരൊക്കെ എന്ന് തോന്നുന്നത്. അവർക്കാണ് ഒരുപാട് എന്തൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കോൾ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ക്ഷീണിച്ചേക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ. അപ്പോൾ ഓക്കെ, നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുത്തോന്നൊക്കെ അവർ നമ്മളോടും പറയണം. നമ്മുടെ ഹെയർ കട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ അവൻ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. ഓക്കെ, മിഷൻ ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും നാളെ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.